നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്തിൽ നിർമ്മിച്ച സദ്ഭാവന മണ്ഡപത്തിന്റെ ഉദ്ഘാടനം നടത്തി. കേന്ദ്ര ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് സഹമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം നിർവഹിച്ചു. തൊടുപുഴയിലെ കേന്ദ്രീയ വിദ്യാലയം പ്രവർത്തനം ആരംഭിച്ചു. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എംപി ഉദ്ഘാടനം നിർവഹിച്ചു. തൊടുപുഴയിൽ അനധികൃത ക്വാറി പ്രവർത്തനം കണ്ടെത്തി. ഇടുക്കി സബ് കളക്ടർ അനൂപ് ഗാർഗ് നടത്തിയ മിന്നൽ പരിശോധനയിലാണ് അനധികൃത ക്വാറി പ്രവർത്തനം കണ്ടെത്തിയത്. തൊടുപുഴ നഗരസഭ ഓഫീസിലെ ജനസേവന കേന്ദ്രം ചെയർമാൻ കെ ദീപക് ഉദ്ഘാടനം ചെയ്തു. പട്ടയ വിതരണത്തിൽ അഭിമാനകരമായ മുന്നേറ്റമെന്ന് മന്ത്രി കെ രാജൻ. ഇടുക്കി ജില്ലാതല പട്ടയ വിതരണത്തിന്റെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് UDF അധികാരത്തിലെത്തിയാൽ നിർമ്മിതികൾക്ക് പിഴ ഈടാക്കാതെ ക്രമവൽക്കരിച്ച് നൽകുമെന്ന് KPCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA. കോൺഗ്രസ് നെടുങ്കണ്ടം ബ്ലോക്ക് പ്രവർത്തക കൺവെൻഷൻ തൂക്കുപാലത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വാർത്തകൾ വിശദമായി. ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവർ താമസിക്കുന്ന പ്രദേശങ്ങളിലെ അടിസ്ഥാന വികസനത്തിന് കേന്ദ്ര സർക്കാർ വലിയ ശ്രദ്ധയാണ് നൽകുന്നതെന്ന് കേന്ദ്ര ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് സഹമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു. ഇടുക്കിയിലെ ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്തിൽ നിർമ്മിച്ച സദ്ഭാവന മണ്ഡപത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇത്തരം മേഖലകളിൽ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നില്ലെന്ന് കണ്ടതിനെ തുടർന്ന് കേന്ദ്ര സർക്കാർ വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നുണ്ടെന്നും കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി V അബ്ദുറഹ്മാൻ ഓൺലൈനായി അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എംപി വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവർ താമസിക്കുന്ന പ്രദേശങ്ങളിലെ അടിസ്ഥാന വികസനത്തിന് കേന്ദ്ര സർക്കാർ വലിയ ശ്രദ്ധയാണ് നൽകുന്നതെന്ന് കേന്ദ്ര ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് സഹമന്ത്രി ജോർജ് കുര്യൻ. ഇത്തരം മേഖലകളിൽ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നില്ലെന്ന് കണ്ടതിനെ തുടർന്ന് കേന്ദ്ര സർക്കാർ വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നുണ്ട്. 60% തുക കേന്ദ്ര സർക്കാർ മുടക്കുമ്പോൾ പദ്ധതികൾ ഏറ്റെടുക്കുന്ന സംസ്ഥാന സർക്കാരുകളോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോ 40% മാത്രം മുടക്കിയാൽ മതി. ഇതിനായി ബജറ്റിൽ നിന്നും ലക്ഷക്കണക്കിന് കോടി രൂപ മാറ്റിവെച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഇടുക്കിയിലെ ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്തിൽ നിർമ്മിച്ച സദ്ഭാവന മണ്ഡപത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു ജോർജ് കുര്യൻ. ഭാരതത്തിലെ ന്യൂനപക്ഷങ്ങൾ വസിക്കുന്ന പ്രദേശങ്ങളിൽ വ്യത്യസ്തമായിട്ടുള്ള കാരണങ്ങളാൽ വികസനം കുറവാണ് എന്ന് കണ്ടെത്തുകയുണ്ട്. അതുകൊണ്ട് നമ്മുടെ അടിസ്ഥാന വികസനത്തിന് വേണ്ടിയുള്ള ഫണ്ട് അതിൽ നിശ്ചിത ശതമാനം അത് നമ്മുടെ ഫിനാൻസ് കമ്മീഷനാണ് തീരുമാനിക്കുന്നത്. ഇപ്പോൾ 15ാം ഫിനാൻസ് കമ്മീഷൻ ഇതിലെ 15% ന്യൂനപക്ഷങ്ങൾ വസിക്കുന്ന സ്ഥലങ്ങളിൽ മുൻകൂട്ടി ചെലവാക്കുകയാണ്. അതായത് ആദ്യം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലായിരിക്കും അത് നടപ്പിലാക്കുന്നത്. ന്യൂനപക്ഷങ്ങൾ ഉള്ള പ്രദേശങ്ങളിൽ അടിസ്ഥാന വികസനം കുറവായതുകൊണ്ടാണ് ഇങ്ങനെ തീരുമാനമെടുത്തത്. അപ്പോൾ അതുകൊണ്ട് 2018 PMJVK എന്ന പേരിൽ ഇത് മാറുകയുണ്ട്. 2008-2009 മൾട്ടി സ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം എന്ന രീതിയിൽ തുടങ്ങിയ പദ്ധതിയാണ്. പക്ഷേ അന്ന് ഒരു സംസ്ഥാനത്ത് 2 ബ്ലോക്കുകൾ അല്ലെങ്കിൽ 3 ബ്ലോക്കുകൾ തിരഞ്ഞെടുത്തിട്ട് അവിടെ നടപ്പിലാക്കിയിട്ടുണ്ട്. 2018 ആയപ്പോൾ ഇതിൻ്റെ രൂപവും ഭാവവും എല്ലാം മാറി. ഈ പറഞ്ഞ നമ്മുടെ അടിസ്ഥാന വികസനത്തിൻ്റെ നിശ്ചിത ശതമാനം ഇതിലേക്ക് മാറ്റണം എന്ന് അന്നാണ് തീരുമാനിച്ചത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ 2018 ഈ ജൻവികാസ് കാര്യക്രം പദ്ധതി സാർവത്രികമായി എല്ലാ ജില്ലകളിലും എല്ലാ ബ്ലോക്കുകളിലും എല്ലാ സ്ഥലങ്ങളിലും എവിടെയാണോ ന്യൂനപക്ഷങ്ങൾ 25% കൂടുതലുള്ളത് അവിടെ ഇത് നടപ്പിലാക്കുക എന്ന രീതിയിലേക്ക് വന്നു. അപ്പോൾ മനസ്സിലാക്കേണ്ടത്
2014 നമ്മുടെ അടിസ്ഥാന വികസനത്തിന് വേണ്ടിയുള്ള ഫണ്ട് 1 ലക്ഷം കോടിയാണ്. ഇപ്പോൾ അത് 5 ലക്ഷം കോടിയാണ്. അതിൽ നിന്ന് 10% 15% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ തുകയാണ്. അതിൻ്റെ അർത്ഥം ധാരാളം ഫണ്ടുണ്ട് എന്നാണ്. അത് നമ്മൾ ചെലവഴിക്കണം. പല സംസ്ഥാനങ്ങൾക്കും അത് സാധിക്കാറില്ല. മന്ത്രി ഇവിടെ പറഞ്ഞതുപോലെ ഈ സ്ഥലം കണ്ടെത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ നൂലാമാലകൾ, അതുപോലെ സംസ്ഥാന തലത്തിലുള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെ പരിഹരിച്ച് വരുമ്പോഴത്തേക്കും നമ്മുടെ സമയം കഴിഞ്ഞു. ചടങ്ങിൽ സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഓൺലൈനായി അധ്യക്ഷത വഹിച്ചു. ഡീൻ കുര്യാക്കോസ് MP വിശിഷ്ടാതിഥിയായി. ജില്ലാ കളക്ടർ ദിനേശ് ചെറുവാത്ത് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികളും സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു. വെള്ളിയാമറ്റം ഗ്രാമപഞ്ചായത്ത് ശ്രീമതി ന്യൂസ് ബ്യൂറോ, ഇളംദേശം. തൊടുപുഴയിലെ കേന്ദ്രീയ വിദ്യാലയം പ്രവർത്തനം ആരംഭിച്ചു. PM ശ്രീ സ്കൂൾ എന്ന വിശേഷണത്തോടെ കേന്ദ്ര സർക്കാർ ഈ വർഷം തുടങ്ങുന്ന 85 വിദ്യാലയങ്ങളിൽ കേരളത്തിന് അനുവദിച്ച ഏക കേന്ദ്രീയ വിദ്യാലയമാണ് തൊടുപുഴയിലേത്. സ്കൂളിന്റെ പ്രവർത്തന ഉദ്ഘാടനം അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP നിർവഹിച്ചു. ഉദ്ഘാടന ചടങ്ങിൽ PG ജോസഫ് MLA അധ്യക്ഷത വഹിച്ചു. മുനിസിപ്പൽ ചെയർമാൻ K ദീപക്, ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട് ഉൾപ്പെടെയുള്ളവർ ആശംസകൾ നേർന്നു. നിരവധി വ്യക്തികൾ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ഇടുക്കി തൊടുപുഴയിലെ കേന്ദ്രീയ വിദ്യാലയം പ്രവർത്തനം തുടങ്ങി. PM ശ്രീ സ്കൂൾ എന്ന വിശേഷണത്തോടെ കേന്ദ്ര സർക്കാർ ഈ വർഷം തുടങ്ങുന്ന 85 വിദ്യാലയങ്ങളിൽ കേരളത്തിന് അനുവദിച്ച ഏക കേന്ദ്രീയ വിദ്യാലയമാണ് തൊടുപുഴയിലേത്. സ്കൂളിന്റെ പ്രവർത്തനോദ്ഘാടനം ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം നിർവഹിച്ചു. കേന്ദ്രീയ വിദ്യാലയത്തിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നതിന് ഇടുക്കി ജില്ലയുടെ, പ്രത്യേകിച്ച് തൊടുപുഴ മേഖലയുടെ വിദ്യാഭ്യാസ മുന്നേറ്റം എന്നതിൽ ഉപരി ജില്ലയുടെ സമഗ്രമായ പുരോഗതിക്ക് ഗുണകരമാകുമെന്ന് MP പറഞ്ഞു. ഈ പറയപ്പെടുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി ആ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് കൃത്യമായ ഇൻസ്പെക്ഷൻ നടത്തി അതിന്റെ യോഗ്യതയെല്ലാം പരിശോധിച്ച് ഒടുവിൽ അനുമതി നൽകുക എന്നുള്ള ഒരു സമ്പ്രദായത്തിലേക്ക്, ഒരു നയത്തിലേക്ക് കേന്ദ്ര സർക്കാർ വരികയും അതിനാണ് ചലഞ്ച് മെത്തേഡ് എന്നുള്ള ആ ഒരു പേര് നൽകിയിട്ടുണ്ട്. അപ്പൊ നമ്മള് ഈ പ്രകാരമുള്ള എല്ലാ പ്രൊസീഡിങ്സും പൂർത്തീകരിച്ചാണ് ഇപ്പോൾ ഈ അനുമതി വാങ്ങിയിരിക്കുന്നത്. അപ്പൊ ഇവിടെ കേരളത്തിൽ ആകെ ഒരെണ്ണം അനുവദിച്ചു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം മറ്റ് പ്രദേശങ്ങൾക്ക് അതിനുള്ള യോഗ്യത ഇല്ലാത്തതുകൊണ്ടല്ല. ഈ പറയപ്പെടുന്ന ചലഞ്ച് മെത്തേഡിൽ എല്ലാ തരത്തിലുമുള്ള ഈ പറയപ്പെടുന്ന ഗൈഡ് ലൈൻസ്, അതോടൊപ്പം തന്നെ മറ്റ് മാനദണ്ഡങ്ങൾ അതെല്ലാം ഫുൾഫിൽ ചെയ്യാൻ മറ്റൊരിടത്തും സാധ്യമായില്ല എന്നും നമുക്കതിന് സാധിച്ചു എന്നുള്ളിടത്താണ് 85 കേന്ദ്ര വിദ്യാലയങ്ങൾ അനുവദിച്ചപ്പോൾ കേരളത്തിൽ നിന്നും നമ്മുടെ ഈ സ്ഥാപനത്തിന് അനുമതി ലഭിക്കാൻ കാരണമായി. ഉദ്ഘാടന ചടങ്ങിൽ PG ജോസഫ് MLA അധ്യക്ഷത വഹിച്ചു. ഞാനും ബന്ധപ്പെട്ടിരുന്നു, പക്ഷെ എന്നെ എപ്പോഴും വിളിച്ച് ഓർപ്പിക്കുന്നത് അദ്ദേഹം തന്നെയാണ്. അപ്പം സ്ഥിര പരിശ്രമം കൊണ്ട് തന്നെയാണ് നമുക്ക് ലഭിച്ചത്. ഞാൻ ഷെഡീനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഇന്ന് തൊടുപുഴക്കാർക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്, കേരളത്തിന് ലഭിച്ച ഏക കേന്ദ്രീയ വിദ്യാലയം തൊടുപുഴയിലാണ്. മുനിസിപ്പൽ ചെയർമാൻ K ദീപക്, ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട്, കേന്ദ്രീയ വിദ്യാലയ സംഘതൻ ഡെപ്യൂട്ടി ഡയറക്ടർ സന്തോഷ് കുമാർ, ജനപ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ നേതാക്കന്മാർ, വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ മുതലായവർ ചടങ്ങിൽ പങ്കെടുത്തു. എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും സ്കൂൾ പ്രവർത്തിക്കുന്നതിനാവശ്യമായ സജ്ജീകരണങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പുതിയ കെട്ടിടം 3 വർഷത്തിനുള്ളിൽ റാലിയിൽ നിർമ്മാണം പൂർത്തീകരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴയിൽ അനധികൃത ക്വാറി പ്രവർത്തനം കണ്ടെത്തി. ഇടുക്കി സബ് കളക്ടർ അനൂപ് ഗാർഗ് നടത്തിയ മിന്നൽ പരിശോധനയിലാണ് തൊടുപുഴ അഞ്ചരിയിൽ പ്രവർത്തിക്കുന്ന ക്വാറിയിൽ ഗുരുതരമായ ക്രമക്കേടുകൾ കണ്ടെത്തിയത്. സർക്കാരിനുണ്ടാകുന്ന വരുമാന നഷ്ടം തടയുന്നതിനും പരിസ്ഥിതി നശീകരണം ഒഴിവാക്കുന്നതിനുമായി ക്വാറി പ്രവർത്തനങ്ങൾക്കും ധാതു ഗതാഗതത്തിനും മേൽ കർശനമായ നിരീക്ഷണം ജില്ലയിൽ തുടരുമെന്നും നിയമലംഘകർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ഇടുക്കി സബ് കളക്ടർ അനൂപ് ഗാർഗ് നടത്തിയ മിന്നൽ പരിശോധനയിൽ തൊടുപുഴ അഞ്ചിരിയിൽ പ്രവർത്തിക്കുന്ന ക്വാറിയിൽ ഗുരുതരമായ ക്രമക്കേടുകൾ കണ്ടെത്തി. ഇഞ്ചേനി സ്വദേശി ബിനോയ് ജോസിന്റെ ഉടമസ്ഥതയിലുള്ള ക്വാറിയിൽ പുലർച്ചെ നടത്തിയ പരിശോധനയിൽ ഗുരുതര നിയമലംഘനങ്ങൾ കണ്ടെത്തി. നിയമലംഘനം നടത്തിയ വാഹനങ്ങൾക്ക് പിഴ ചുമത്തുന്നതിനും കേരള മൈനർ മിനറൽ കൺസഷൻ ചട്ടങ്ങൾ, ഭൂമി കൈവശ നിയമം എന്നിവയിലെ പ്രസക്തമായ വകുപ്പുകൾ പ്രകാരം തുടർ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിനും ബന്ധപ്പെട്ട ജില്ലാ ജിയോളജിസ്റ്റ്, വില്ലേജ് ഓഫീസർമാർ, പോലീസ് അധികാരികൾ എന്നിവർക്ക് സബ് കളക്ടർ കൈമാറി. സർക്കാരിനുണ്ടാകുന്ന വരുമാന നഷ്ടം തടയുന്നതിനും പരിസ്ഥിതി നശീകരണം ഒഴിവാക്കുന്നതിനുമായി ക്വാറി പ്രവർത്തനങ്ങൾക്കും
തൊഴിലാളികൾക്കും ധാതു ഗതാഗതത്തിനും മേൽ കർശനമായ നിരീക്ഷണം ജില്ലയിൽ തുടരുമെന്നും നിയമലംഘകർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും സബ് കളക്ടർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴ നഗരസഭ ഓഫീസിലെ ജനസേവന കേന്ദ്രം ചെയർമാൻ കെ ദീപക് ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ മുനിസിപ്പാലിറ്റിയിൽ വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്ന പൊതുജനങ്ങൾക്ക് സേവനം കൂടുതൽ മെച്ചപ്പെടുത്തുവാനാണ് ജനസേവന കേന്ദ്രം സജ്ജമാക്കിയതെന്ന് അദ്ദേഹം അറിയിച്ചു. ഉദ്ഘാടന ചടങ്ങിൽ വൈസ് ചെയർപേഴ്സൺ പ്രൊഫസർ ജെസി ആന്റണി അധ്യക്ഷത വഹിച്ചു. ആധുനിക രീതിയിലുള്ള ഫ്രണ്ട് ഓഫീസ്, ഹെൽപ്പ് ഡെസ്ക്, ക്യാഷ് കൗണ്ടർ ഉൾപ്പെടെയുള്ള തൊടുപുഴ നഗരസഭ ഓഫീസിലെ ജനസേവന കേന്ദ്രം ചെയർമാൻ കെ ദീപക് ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ മുനിസിപ്പാലിറ്റിയിൽ വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്ന പൊതുജനങ്ങൾക്ക് നൽകുന്ന സേവനം കൂടുതൽ മെച്ചപ്പെടുത്തുവാനാണ് ജനസേവന കേന്ദ്രം സജ്ജമാക്കിയതെന്ന് ചെയർമാൻ കെ ദീപക് അറിയിച്ചു. നമുക്കറിയാം, ജനസേവാ കേന്ദ്രം എന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് നഗരസഭാ ഓഫീസിൽ നിന്നും അവിടെ ഒരാവശ്യമായി വരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവർക്ക് ലഭ്യമാകേണ്ട സേവനങ്ങള് അത് ഏറ്റവും സുതാര്യവും അതുപോലെ വളരെ പെട്ടെന്നും നടത്തുന്ന ഒരു പ്രക്രിയയ്ക്ക് അതിനൊരു നഗരസഭയുടെ ഓഫീസിൻ്റെ ഉള്ളിൽ വന്ന് ഓരോ ടേബിളിന് ചുറ്റും നടക്കാതെ നമ്മുടെ ഫ്രണ്ട് ഓഫീസിൽ നിന്നും ഈ കാര്യങ്ങളെല്ലാം സാധിക്കുന്നതിനും അല്ലെങ്കിൽ അതിന് വേണ്ട ഇൻഫർമേഷൻസ് ഒക്കെ ലഭ്യമാകുന്നതിനും ഒക്കെയുള്ള ഒരു സൗകര്യമാണ് ഇവിടെ ഒരുക്കുന്നത്. വളരെ കാലങ്ങളായി നഗരസഭയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ്. ബഹുമാനായ സനീഷ് ജോർജ് ചെയർമാനായിരിക്കുമ്പോഴാണ് ആദ്യമായി ഈ കെട്ടിടം വാടകയ്ക്ക് കൊടുത്തിരുന്ന ഈ കെട്ടിടം ഒഴിപ്പിക്കുകയും അത് സംബന്ധിച്ചുണ്ടായ വിവാദങ്ങളൊക്കെ ഇവിടെ പരാമർശിക്കുകയുണ്ടായി. അപ്പോൾ അങ്ങനെ ആ കെട്ടിടം അവിടെ നിന്ന് വാടകക്കാരെ ഒഴിപ്പിച്ചുകൊണ്ട് അവിടെ അതിനുള്ള ഒരു സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടി അന്ന് കൗൺസിൽ തീരുമാനിക്കുകയും അതിനുശേഷം ഫ്രണ്ട് ഓഫീസിന് വേണ്ടി പ്ലാൻ ഫണ്ടിൽ നിന്ന് തുക മാറ്റിവെക്കുകയൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ സാങ്കേതികമായ പല തടസ്സങ്ങൾ കൊണ്ടും അതിൻ്റെ പണികൾ നടത്തുന്നതിന് കുറച്ച് കാലതാമസം വന്നിരുന്നു. എന്തായാലും സമീപകാലത്ത് കൗൺസിലിൻ്റെ ഒറ്റക്കെട്ടായ തീരുമാനവും അതുപോലെ തന്നെ വളരെ ആത്മാർത്ഥമായ ഒരു പ്രവർത്തനം ജീവനക്കാരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നമുക്കിന്നത് ഇവിടെ യാഥാർത്ഥ്യമാക്കാൻ സാധിക്കുകയാണ്. നഗരസഭാ കാര്യാലയത്തിലെ സ്ഥലപരിമിതികൾ കണക്കിലെടുത്ത് താഴത്തെ നിലയിലെ വാടകക്കാരെ കൗൺസിൽ തീരുമാനപ്രകാരം ഒഴിപ്പിച്ച് ജനസേവന കേന്ദ്രം സജ്ജമാക്കുകയായിരുന്നു. മുനിസിപ്പൽ ഓഫീസിന്റെ താഴത്തെ നിലയിൽ നിന്നും വാടകക്കാരെ ഒഴിപ്പിച്ച ബാക്കി ഭാഗത്ത് നഗരസഭയിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുടെ റൂമുകളും ഉടൻ തന്നെ സജ്ജമാക്കുവാനായി നടപടി സ്വീകരിച്ചു വരുന്നതായി സെക്രട്ടറി അറിയിച്ചു. ഉദ്ഘാടന ചടങ്ങിൽ വൈസ് ചെയർപേഴ്സൺ പ്രൊഫസർ ജെസി ആന്റണി അധ്യക്ഷത വഹിച്ചു. വിദ്യാഭ്യാസകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PG രാജശേഖരൻ മുഖ്യപ്രഭാഷണം നടത്തി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാർ, കൗൺസിലർമാർ, നഗരസഭാ സെക്രട്ടറി, ഉദ്യോഗസ്ഥർ, ജീവനക്കാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴ നഗരസഭയുടെ കോതായിക്കുന്ന് ബസ് സ്റ്റാൻഡോട് ചേർന്ന് നിർമ്മിച്ച പൊതുശൌചാലയം തുറന്നു നൽകണമെന്ന നിരവധി നാളുകളായുള്ള യാത്രക്കാരുടെയും പൊതുജനങ്ങളുടെയും ആവശ്യം യാഥാർത്ഥ്യമായി. ടോയ്ലറ്റ് കോംപ്ലക്സിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ കെ ദീപക് നിർവഹിച്ചു. ചടങ്ങിൽ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MA കരീം അധ്യക്ഷത വഹിച്ചു. തൊടുപുഴ നഗരസഭയുടെ കോതായിക്കുന്ന് ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് നിർമ്മിച്ച പൊതു ശൌചാലയം തുറന്നു നൽകണമെന്ന നിരവധി യാത്രക്കാരുടെയും പൊതുജനങ്ങളുടെയും ഏറെക്കാലത്തെ ആവശ്യം യാഥാർത്ഥ്യമായി. സംസ്ഥാനത്തെ തന്നെ ഏറ്റവും വലിയ ബസ് സ്റ്റാൻഡുകളിൽ ഒന്നായ തൊടുപുഴയിലെ കോതായിക്കുന്ന് ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് ടോയ്ലറ്റ് കോംപ്ലക്സ് കൂടി തുറന്നു കൊടുക്കാൻ സാധിച്ചത് ഏറെ അഭിമാനമുണ്ടെന്നും പ്രസ്തുത പൊതു ശൌചാലയം പൊതുജനത്തിന് തുറന്നു നൽകുന്നതോടുകൂടി മാലിന്യ സംസ്കരണ രംഗത്തെ നഗരസഭയുടെ വലിയൊരു പ്രഖ്യാപിത ലക്ഷ്യം കൈവരിക്കുവാൻ സാധിച്ചുവെന്നും ചെയർമാൻ കെ ദീപക് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ഒരു ടോയ്ലറ്റ് കോംപ്ലക്സ് പ്രവർത്തനം ആരംഭിക്കുക എന്ന വളരെ കാലത്തെ ഈ നാട്ടുകാരുടെ ആഗ്രഹമാണ് ഇതിൻ്റെ സഫലമാകുന്നത്. ഏതാണ്ട് 5 വർഷങ്ങൾക്ക് മുൻപ് പണി പൂർത്തിയാക്കിയ ഈ കോംപ്ലക്സ്
അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് സ്ഥാപിക്കുന്ന കാര്യത്തിൽ ചെറിയ ആശങ്കകളും അതിലുപരി സാങ്കേതികത്വമൊക്കെ നിലനിന്ന് വരുന്ന ഒരു സാഹചര്യമാണ്. സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് സ്ഥാപിച്ച് ഈ വേസ്റ്റ് അത് പൂർണ്ണമായി ശുദ്ധീകരിച്ച് അത് കൃഷിക്കോ അല്ലെങ്കിൽ മറ്റ് ആവശ്യങ്ങൾക്കോ ആ വെള്ളം തുറന്നു വിടുന്ന ഒരു സംവിധാനം, അതാണ് പ്രധാനമായി ഇതുകൊണ്ട് ലക്ഷ്യമാക്കിയത്. എന്നാൽ ദൗർഭാഗ്യവശാൽ ഈ പ്രദേശത്ത് പാറ ഒരു വലിയ പ്രശ്നമായി വന്നിരുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയപ്പോഴും ചില പിഴവുകളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഉദ്ഘാടന ചടങ്ങിൽ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MA കരീം അധ്യക്ഷത വഹിച്ചു. വാർഡ് കൗൺസിലറായ ജോസ് മഠത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി. വൈസ് ചെയർപേഴ്സൺ പ്രൊഫസർ ജെസി ആന്റണി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാർ, കൗൺസിലേഴ്സ്, നഗരസഭാ സെക്രട്ടറി ബിജുമോൻ ജേക്കബ്, മുനിസിപ്പൽ എഞ്ചിനീയർ ജോസ് MB, ശുചിത്വ മിഷൻ ഉദ്യോഗസ്ഥർ, നഗരസഭാ ഉദ്യോഗസ്ഥർ, ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. പട്ടയ വിതരണത്തിൽ അഭിമാനകരമായ മുന്നേറ്റമെന്ന മന്ത്രി കെ രാജൻ. എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന പ്രഖ്യാപിത ലക്ഷ്യത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ഇടുക്കി ജില്ലാതല പട്ടയ വിതരണത്തിന്റെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന സർക്കാർ ജില്ലയിൽ സംഘടിപ്പിക്കുന്ന 6ാമത് പട്ടയമേളയാണ് വാഴത്തോപ്പ് സെന്റ് ജോർജ് പള്ളി പാരിഷ് ഹാളിൽ സംഘടിപ്പിച്ചത്. ചടങ്ങിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു. പട്ടയ വിതരണത്തിൽ സർക്കാർ അഭിമാനകരമായ മുന്നേറ്റമാണ് നടത്തിയതെന്ന് റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ. എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന പ്രഖ്യാപിത ലക്ഷ്യത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ഇടുക്കി ജില്ലാതല പട്ടയ വിതരണത്തിന്റെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിക്കുകയായിരുന്നു മന്ത്രി. 2031 കേരളത്തിന്റെ 75ാം വയസ്സ് പൂർത്തിയാകുമ്പോൾ ഭൂവിഷയങ്ങളിൽ തർക്കരഹിതമായ ഒരു സംസ്ഥാനം സൃഷ്ടിക്കുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തുടനീളം നടന്ന പട്ടയമേളയുടെ ഭാഗമായി 10,002 പുതിയ പട്ടയങ്ങൾ വിതരണം ചെയ്തതായി മന്ത്രി അറിയിച്ചു. എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്നതാണ് സർക്കാരിന്റെ പ്രഖ്യാപിത ലക്ഷ്യമെന്നും അതിന്റെ ഭാഗമായി 4 ലക്ഷത്തോളം പട്ടയങ്ങൾ വിതരണം ചെയ്തതായി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച ജലവിഭവ വകുപ്പ് മന്ത്രി പറഞ്ഞു. സ്വന്തമായി ഒരു തുണ്ട് ഭൂമിക്ക് പട്ടയം ലഭിക്കുന്ന ദിവസം ഏവർക്കും ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും സന്തോഷദായകവുമായ ഒരു നിമിഷമാണ്. ഈ ഗവൺമെൻറ്റിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യം തന്നെ അത്തരത്തിലുള്ള എല്ലാ ആൾക്കാരെയും സംരക്ഷിക്കുക എന്നുള്ളതാണ്. ഇതിനുവേണ്ടിയാണ് പട്ടയ മിഷൻ രൂപം കൊടുത്തത്. എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട്. ആ നിലയിൽ പട്ടയ മിഷൻ്റെ പ്രവർത്തനങ്ങൾ നല്ല നിലയിൽ പുരോഗമിച്ചതിൻ്റെ ഭാഗമാണ് 2017 മുതലുള്ള 21 വരെ എത്തുന്ന 25 വരെ എത്തി നിൽക്കുന്ന ഈ സമയത്ത് കേരളത്തിൽ ഏകദേശം 4,30,000 പര പട്ടയം നമുക്ക് കൊടുക്കാനായിട്ട് സാധിച്ചിരിക്കുന്നു. സംസ്ഥാന സർക്കാർ ജില്ലയിൽ സംഘടിപ്പിക്കുന്ന 6ാമത് പട്ടയമേളയാണ് വാഴത്തോപ്പ് സെന്റ് ജോർജ് പള്ളി പാരിഷ് ഹാളിൽ നടന്നത്. ഈ സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം ഇടുക്കി ജില്ലയിൽ ഇതുവരെ 7,964 പട്ടയങ്ങൾ വിതരണം ചെയ്തു. ജില്ലയിലെ ഭൂപതിവ് ഓഫീസുകളിൽ നിന്നും സംസ്ഥാനതല പട്ടയം മിഷന്റെ ഭാഗമായി 554 പട്ടയങ്ങളാണ് ഈ പട്ടയമേളയിൽ വിതരണം ചെയ്തത്. ഡീൻ കുര്യാക്കോസ് MP, അഡ്വക്കേറ്റ് A. രാജ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാരിച്ചൻ നേർനാംകുന്നേൽ, ജില്ലാ പഞ്ചായത്ത് അംഗം KG സത്യൻ, ADM ഷൈജു P. ജേക്കബ്, ഡെപ്യൂട്ടി കളക്ടർ അതുൽ സ്വാമിനാഥൻ, രാഷ്ട്രീയ കക്ഷി നേതാക്കളായ CV വർഗീസ്, K. സലീംകുമാർ, ജോസ് പാലത്തിനാൽ, അനിൽ കൂവപ്ലാക്കൽ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ഇടുക്കി ജില്ലയിലെ വിവിധ ബാങ്കുകളിൽ അവകാശങ്ങളില്ലാത്ത നിക്ഷേപം തിരികെ വാങ്ങാൻ തൊടുപുഴയിൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. നിങ്ങളുടെ പണം നിങ്ങളുടെ അവകാശം എന്ന പേരിൽ രാജ്യവ്യാപകമായി നടത്തുന്ന പ്രചാരണത്തിന്റെ ഭാഗമായാണ് പ്രത്യേക ക്യാമ്പ് നടത്തിയത്. ക്യാമ്പിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ K. ദീപക് നിർവഹിച്ചു. ഇടുക്കി ജില്ലാ കളക്ടർ ദിനേശൻ ചെറുവാട്ട് അധ്യക്ഷത വഹിച്ചു. 10 വർഷത്തിലേറെയായി ഒരിടപാട് പോലും നടക്കാത്ത നിരവധി അക്കൗണ്ടുകളാണ് നിലവിലുള്ളത്. ഇത്തരത്തിലുള്ള അക്കൗണ്ടുകളെ അവകാശികളില്ലാത്ത അക്കൗണ്ടുകളായി കണക്കാക്കും. ഈ അക്കൗണ്ടുകൾ റിസർവ് ബാങ്കിന്റെ നിയന്ത്രണത്തിലാണ്. അവകാശികളില്ലാത്ത നിക്ഷേപങ്ങളെക്കുറിച്ച് ബാങ്ക് രേഖകൾ പ്രകാരമുള്ള വിലാസങ്ങളിൽ അന്വേഷണം നടത്തി അറിയിപ്പ് നൽകാറുണ്ട്. യാതൊരു നടപടികളും സാധ്യമാകാത്ത അക്കൗണ്ടുകളിലെ പണം നൽകുന്നതിനാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ജില്ലാ ലീഡ് ബാങ്കിന്റെ നേതൃത്വത്തിൽ മറ്റു ബാങ്കുകളുടെ സഹകരണത്തോടെയാണ് പരിപാടി. ക്യാമ്പിൽ 500 പേർ പങ്കെടുത്തു. ജില്ലാ കളക്ടർ ചെറുവാട്ട് അധ്യക്ഷത വഹിച്ച പരിപാടി തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ K. ദീപക് ഉദ്ഘാടനം നിർവഹിച്ചു.
ഇന്നിവിടെ നടക്കുന്ന ഈ ക്യാമ്പ് തീർച്ചയായും അത് ഏറെ ആളുകൾക്ക് പ്രയോജനപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഏതാണ്ട് 10 വർഷക്കാലമായി ബാങ്കുകളിൽ നിക്ഷേപം നടത്തി യാതൊരു ഇടപാടുകളും ഇല്ലാതെ തുടരുന്ന അക്കൗണ്ടുകൾ, ആ തുക ആ ആളുകൾക്കോ അല്ലെങ്കിൽ അവരുടെ അവകാശികൾക്കോ തിരികെ നൽകുക എന്ന ഒരു വലിയ പദ്ധതിക്കാണ് രൂപം നൽകിയിരിക്കുന്നത്. തീർച്ചയായും ഇതൊരു വിശ്വാസ്യത വർദ്ധിപ്പിക്കുന്ന കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ബാങ്കിങ് മേഖലയിൽ അല്ലെങ്കിൽ ബാങ്കുകളിൽ നിക്ഷേപം നടത്തുന്ന ആളുകളെ സംബന്ധിച്ച് നമ്മളുടെ പണം അത് നഷ്ടമാകില്ല, അത് എന്നോ സുരക്ഷിതമാണ് എന്ന് കൂടി ഉറപ്പുവരുത്തുകയും അത് നമ്മളെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു ക്യാമ്പയിനാണ് ഈ നടക്കുന്നത്. അത് തീർച്ചയായും വിശ്വാസ്യത വർദ്ധിക്കുകയാണ് ബാങ്കുകളെ സംബന്ധിച്ചുള്ള. സാമ്പത്തിക സാക്ഷരത അവബോധ ക്ലാസുകൾ ക്യാമ്പിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ചു. ലിജി, ഷീബ, സീന എന്നിവർ ക്ലാസുകൾ നയിച്ചു. ലീഡ് ഡിസ്ട്രിക്ട് മാനേജർ വർഗീസ് എം മാത്യു, ലീഡ് ബാങ്ക് ഡെപ്യൂട്ടി മാനേജർ കുര്യാച്ചൻ മനയാനി എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. അന്നാസ് ക്ലൗഡ് കഫേ ബേക്കറി ആൻഡ് കൂൾ ബാർ തൊടുപുഴ കാഞ്ഞിരമറ്റം ബൈപ്പാസ് ജംഗ്ഷനിൽ ആക്സിസ് ബാങ്കിന് എതിർവശം സിറ്റി ടവറിൽ പ്രവർത്തനം ആരംഭിച്ചു. ഉദ്ഘാടന ചടങ്ങിൽ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് TC രാജു തെരണിയിൽ, ജനറൽ സെക്രട്ടറി CK നവാസ് ഉൾപ്പെടെയുള്ളവർ സന്നിഹിതരായിരുന്നു. അന്നാസ് ക്ലൗഡ് കഫേ ബേക്കറി ആൻഡ് കൂൾ ബാർ തൊടുപുഴ കാഞ്ഞിരമറ്റം ബൈപ്പാസ് ജംഗ്ഷനിൽ ആക്സിസ് ബാങ്കിന് എതിർവശം സിറ്റി ടവറിൽ പ്രവർത്തനം ആരംഭിച്ചു. ഉദ്ഘാടന ചടങ്ങിൽ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് TC രാജു തെരണിയിൽ, ജനറൽ സെക്രട്ടറി CK നവാസ്, സ്ഥാപന ഉടമ, മറ്റ് സ്റ്റാഫുകൾ ഉൾപ്പെടെ ഉള്ളവർ സന്നിഹിതരായിരുന്നു. വിവിധതരം ലഘുഭക്ഷണങ്ങൾ, ജ്യൂസ്, ഷേക്ക് തുടങ്ങിയവ ഇവിടെ നിന്നും വളരെ മികച്ച നിലവാരത്തിൽ ലഭ്യമാണ്. തുടർന്നും ഏവരുടെയും സഹകരണം ഉണ്ടായിരിക്കണമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. കാഞ്ഞിരമറ്റം ബൈപ്പാസിലെ ഒരു പുതിയ സ്ഥാപനം അന്നാസ് ക്ലൗഡ് കഫേ എന്നുള്ള ഒരു സ്ഥാനം ഇന്ന് നമ്മൾ ആരംഭിച്ചിരിക്കുകയാണ്. ഇവിടുന്ന് ക്വാളിറ്റി ആയിട്ടുള്ള എല്ലാ ഫ്രൂട്ട് പ്രോഡക്ട്സ്, ബേക്കറി ഐറ്റംസ്, അതുപോലെ തന്നെ സ്നാക്സ്, കോഫി, ചായ, ഷേക്സ്, ജ്യൂസുകൾ, എല്ലാ കാര്യങ്ങളും ഏറ്റവും നിലവാരത്തിൽ കൊടുക്കുവാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. നിങ്ങളെല്ലാവരുടെയും ഒരു സഹകരണവും പിന്തുണയും ഞങ്ങൾക്ക് വേണം എന്ന് അഭ്യർത്ഥിക്കുന്നു.
സംസ്ഥാനത്ത് UDF അധികാരത്തിലെത്തിയാൽ നിർമ്മിതികൾക്ക് പിഴ ഈടാക്കാതെ ക്രമവൽക്കരിച്ച് നൽകുമെന്ന് KPCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA. കോൺഗ്രസ് നെടുങ്കണ്ടം ബ്ലോക്ക് പ്രവർത്തക കൺവെൻഷൻ തൂക്കുപാലത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുഖ്യമന്ത്രിയുടെ മകനും മകൾക്കുമെതിരെയുള്ള കേസുകൾ ഇല്ലാതെയാക്കാൻ BJPയുമായി സഖ്യം ചേർന്നിരിക്കുകയാണെന്നും സണ്ണി ജോസഫ് ആരോപിച്ചു. സംസ്ഥാനത്ത് UDF അധികാരത്തിലെത്തിയാൽ നിർമ്മിതികൾക്ക് പിഴ ഈടാക്കാതെ ക്രമവൽക്കരിച്ച് നൽകുമെന്ന് KPCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA. കോൺഗ്രസ് നെടുങ്കണ്ടം ബ്ലോക്ക് പ്രവർത്തക കൺവെൻഷൻ തൂക്കുപാലത്ത് ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലയിലെ നിലവിലുള്ള ഭൂപ്രശ്നങ്ങൾക്ക് കാരണം LDF സർക്കാരിന്റെ പല ഉത്തരവുകളുമാണ്. കർഷക പ്രേമം നടിച്ച് അധികാരത്തിലെത്തിയവർ കർഷകദ്രോഹ നടപടികളാണ് സ്വീകരിക്കുന്നത്. സർക്കാർ പ്രഖ്യാപിച്ച 18,000 കോടി രൂപയുടെ ഇടുക്കി പാക്കേജ് കടലാസിൽ തന്നെയാണ്. ഒരു വാഗ്ദാനങ്ങളും പാലിക്കാതെ അധികാരമൊഴിയുന്നതിന് മുൻപ് തങ്ങളുടെ തെറ്റുകൾ മൂടിവെക്കുവാൻ ചെപ്പടി വിദ്യകളും വാഗ്ദാനങ്ങളും ഈ സർക്കാർ നൽകുകയാണ്. പ്രളയത്തെ തുടർന്ന് ലഭിച്ച ദുരിതാശ്വാസ നിധി പാർട്ടി നേതാക്കളുടെ കുടുംബത്തെ സഹായിക്കാൻ ഉപയോഗപ്പെടുത്തുകയായിരുന്നു. മുഖ്യമന്ത്രിയുടെ മകനും മകൾക്കുമെതിരെയുള്ള കേസുകൾ ഇല്ലാതെയാക്കുവാൻ BJPയുമായി സഖ്യം ചേർന്നിരിക്കുകയാണെന്നും സണ്ണി ജോസഫ് ആരോപിച്ചു. കേന്ദ്ര സർക്കാരുമായിട്ട് BJPയുമായിട്ട് ഒത്തുചേർന്നുകൊണ്ടാണ് സാധാരണഗതി എന്തെങ്കിലും പറയുന്ന BJPക്കാര് വേഗം അക്കാര്യത്തിൽ അവർക്കൊരു പ്രസ്താവനയില്ല. സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും അറസ്റ്റ് ചെയ്യാൻ, അവരെ മണിക്കൂറുകൾ ചോദ്യം ചെയ്യാൻ, ദിവസങ്ങൾ കോൺഗ്രസിന്റെ പത്രത്തിന്റെ പേരിൽ അവരെ പീഡിപ്പിക്കാൻ ശ്രമിച്ച ED എന്ന് പറയുന്ന കേന്ദ്ര ഏജൻസി കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മകൻ അയച്ച ഈ നോട്ടീസ് എവിടെ എത്തി നിൽക്കുന്നു എന്ന ചോദ്യത്തിന് മാധ്യമങ്ങളുടെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയാതെ കേന്ദ്ര അന്വേഷണ ഏജൻസി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്ന് ഉത്തരവിക്കുന്ന ചിത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഒരുപക്ഷെ അതിനേക്കാൾ ഗൗരവമേറിയ കേസാണ് 2,72,00,000 രൂപ കരിമണൽ കമ്പനി തത്തായിൽ നിന്നും കൈക്കൂലി വാങ്ങി എന്നത് തെളിഞ്ഞ കാര്യമാണ്, തെളിവായിട്ട് സംബന്ധിച്ച കാര്യമാണ്. ബാങ്ക് വഴിയാണ് പൈസ വാങ്ങിയത്, ഒരു സേവനവും അങ്ങോട്ട് ചെയ്തു കൊടുത്തിട്ടില്ല. ഒരു കടലാസ് കമ്പനി ഉണ്ടാക്കി, എക്സാലോജിക് ഒരു കടലാസ് കമ്പനിയാണ്, അത് വേറൊരു കമ്പനിക്കും സേവനം ചെയ്തതായിട്ട് വീണാ വിജയൻ അവകാശമില്ല, വീണാ വിജയൻ അവകാശപ്പെടുന്നില്ല. ഈ കമ്പനിയുടെ അഡ്രസ് ഏതാണ്? AKG സെന്റർ. മനസ്സിലാക്കണം, മാർക്സിസ്റ്റ് പാർട്ടിയെ പോലെ അച്ചടക്കമുണ്ട് എന്ന് അവകാശപ്പെടുന്ന ഒരു പാർട്ടിയുടെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ മകൾ തുടങ്ങിയ ഒരു സ്വകാര്യ കമ്പനി, ഒരേ കരിമണൽ കമ്പനിയിൽ നിന്ന് മാത്രം ഒരു കച്ചവടത്തിൽ, ഒരു ഇടപാടിൽ 2,72,00,000 രൂപ പ്രതിഫലം വാങ്ങിയ ഒരു കമ്പനി. ആ കമ്പനിയുടെ അഡ്രസ് കൊടുത്തിരിക്കുന്നത് AKG സെന്റർ. അതിന് ബോർഡുണ്ടോ, കൊടിയുണ്ടോ, ഓഫീസുണ്ടോ, സീലുണ്ടോ? കുടുംബജോലിയിലെ നെടുങ്കണ്ടത്തെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ ഓഫീസുണ്ടെന്ന പാർട്ടി ഓഫീസിലാണ്. ബ്ലോക്ക് പ്രസിഡന്റ് CS യശോധരൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം ജോസഫ് വാഴക്കൻ, നേതാക്കളായ EM ആഗസ്തി, ഇബ്രാഹിം കുട്ടിക്കലാർ, S അശോകൻ, നിഷ സോമൻ, ജോയി തോമസ്, ജോയി വെട്ടിക്കുഴി, തോമസ് രാജൻ, MN ഗോപി, സേനാപതി വേണു, G മുരളീധരൻ, ബിജോ മാണി, മുകേഷ് മോഹൻ, MB ജോസ്, ബെന്നി തൊണ്ടത്തിൽ, ജോസ് മുത്തനാട്ട് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം. ഭരണഭാഷാ വാരാചരണത്തിന്റെ ഭാഗമായി മുരിക്കാശ്ശേരി ജനമൈത്രി പോലീസിന്റെ ആഭിമുഖ്യത്തിൽ മലയാള ഭാഷാ പണ്ഡിതനും റിട്ടയർഡ് അധ്യാപകരുമായ ബേബി ജോർജിന്റെ വസതിയിൽ സന്ദർശനം നടത്തി. മുരിക്കാശ്ശേരി പോലീസ് സബ് ഇൻസ്പെക്ടർ KD മണിയന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി ആദരിച്ചത്. നവംബർ 1 മുതൽ 7 വരെ ഭരണഭാഷാ വാരമായി സംസ്ഥാനത്ത് ആഘോഷിച്ചു വരുന്നതിന്റെ ഭാഗമായാണ് മുരിക്കാശ്ശേരി പോലീസ് മലയാള ഭാഷാ പണ്ഡിതനും റിട്ടയർഡ് അധ്യാപകനുമായ ബേബി ജോർജിന്റെ വസതിയിലെത്തി അദ്ദേഹത്തെ ആദരിച്ചത്. നമ്മുടെ മാതൃഭാഷയെ മറക്കുന്നത് സ്വന്തം അസ്തിത്വം തള്ളിപ്പറയുന്നതിന് തുല്യമാണെന്നും രണ്ടാമതൊരു അമ്മയാണ് നമ്മുടെ മാതൃഭാഷ എന്നും അദ്ദേഹം പറഞ്ഞു. അമ്മ തന്നെയാണ് മാതൃഭാഷ, രണ്ടാമതൊരു അമ്മയാണ് എന്നാണ് വള്ളത്തോൾ പറഞ്ഞിട്ടുള്ളത്. പെട്ടെന്ന് നമ്മളെ പാല് തന്ന് വളർത്തുന്നുവെങ്കിൽ നമുക്ക് അക്ഷരം തന്ന് അറിവ് തന്ന് നമ്മളുടെ വായിലേക്ക്, നമ്മുടെ നാവിലേക്ക് ഈ ആദ്യാക്ഷരങ്ങൾ പകർന്നു തരുന്ന അമ്മയാണ്. ആ അമ്മയ്ക്ക് തുല്യമായ സ്ഥാനമാണ് കവികളും പണ്ഡിതന്മാരും എല്ലാവരും മാതൃഭാഷയ്ക്ക് കൊടുക്കുന്നത്. അതിനെ മറന്നുകൊണ്ട് നമ്മൾ പുതിയ ഒരു ജീവിത രീതിയിലേക്ക് മാറുമ്പോൾ നമ്മുടെ സംസ്കാരത്തെ തന്നെ അത് ഇല്ലാതാക്കി കളയുകയാണ് ചെയ്തത്. നമ്മളുടെ മൂല്യങ്ങൾ പരമ്പരാഗതമായി നമുക്ക് പകർന്നു കിട്ടിയ നമ്മുടെ പൂർവ്വീര് നമുക്ക് പകർന്നു തന്നിട്ടുള്ള ഒട്ടേറെ നന്മകൾ അതെല്ലാം നമ്മൾ മറന്നു പോകുന്നു. അത് മറന്നു പോകുന്നത് മൂലമാണ് ഈ സമൂഹത്തിൽ ഈ വിദ്വേഷം വളരുന്നത്. പരസ്പര സ്നേഹമില്ല, ഒരാളെ സ്നേഹത്തോടെ നിറഞ്ഞ ചിരിയോടെ സ്വീകരിക്കാൻ നമ്മളുടെ മനസ്സ് ഉൾക്കൊള്ളുന്നത് തയ്യാറാവുന്നില്ല. അങ്ങനൊരു അവസ്ഥ, സാമൂഹികാവസ്ഥ രൂപപ്പെടാനുള്ള കാരണം
നമ്മുടെ വായനാശീലമില്ലായ്മയും ജീവിതാനുഭവങ്ങൾ ഇല്ലായ്മയുമാണ്. വായനയിലൂടെ നമുക്ക് ചുറ്റുമുള്ള ലോകം മാത്രമല്ല, ലോകത്തെവിടെയുമുള്ള ഫ്രാൻസിലോ അമേരിക്കയിലോ ഇംഗ്ലണ്ടിലോ നടക്കുന്ന കാര്യങ്ങളും അവരുടെ ജീവിതവും അവരുടെ അനുഭവവും അവരുടെ ചിന്തയും അവരുടെ സംസ്കാരവും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അത് നമുക്ക് നഷ്ടപ്പെട്ടതോടുകൂടി ഞാൻ, എൻ്റെ ലോകം, എൻ്റെ കുടുംബം, എൻ്റെ പരിമിതമായ സൗഹൃദ വലയം, അത് മാത്രമാണ് എൻ്റെ ലോകം, അതിനപ്പുറമുള്ളതെന്ന് എനിക്കറിയുകയുമില്ല എന്ന രീതിയിലേക്ക് വരുമ്പം ലോകത്തിലെ മുഴുവൻ കാര്യങ്ങളും എൻ്റെ കാഴ്ചപ്പാടിൽ ഞാൻ നോക്കിക്കാണും. എൻ്റെ കാഴ്ചപ്പാടിൽ നോക്കിക്കാണുമ്പോൾ ഒരിക്കലും അത് പൂർണ്ണമായിരിക്കില്ല. നമുക്കറിയാം, ഒരു സംഭവത്തെ തന്നെ 10 ആളുകൾ വീക്ഷിച്ചാൽ 10 വിധത്തിലായിരിക്കും തന്നെ വീക്ഷിക്കും. ആ 10 വീക്ഷണങ്ങളിൽ ശരിയുണ്ടായിരിക്കും. ഞാൻ കാണുന്നത് മാത്രമാണ്, ഞാൻ ചിന്തിക്കുന്നത് മാത്രമാണ് ശരിയെന്ന് ഒരിക്കലും വിചാരിക്കാൻ പാടില്ല. അപ്പോൾ എൻ്റെ ശരിയുടെ കൂടെ മറ്റുള്ളവരുടെ ശരിയും കൂടി നമ്മൾ കണ്ടെത്തുമ്പോഴാണ് നമ്മളുടെ ശരിയായ കണ്ടെത്തൽ പൂർണ്ണമാകും. അതിന് നമുക്ക് കഴിയാതെ വരുമ്പം നമ്മളുടെ മനസ്സ് സങ്കുചിതമായി പോകും. മുരിക്കാശ്ശേരി പോലീസ് സബ് ഇൻസ്പെക്ടർ KD മണിയന്റെ നേതൃത്വത്തിൽ SI KV ജോസഫ്, ASI ഷിബിമോൻ, സ്റ്റേഷൻ PRO ഹാജിറ KE, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ അരുൺ, ജോമോൻ, വായനശാല പ്രസിഡന്റ് കുട്ടിയച്ചൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കോടിക്കുളം പാടശേഖരത്തിൽപ്പെട്ട മേവള്ളി പാടത്ത് 2ാം സീസൺ നെൽകൃഷിയുടെ ഞാറുനടിയിൽ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ആഷ്ലി മറിയം ജോർജ്, വാർഡ് മെമ്പർ ഷേർലി ആന്റണി എന്നിവരുടെ സാന്നിധ്യത്തിൽ കോടിക്കുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജെർലി റോബി നിർവഹിച്ചു. പാടശേഖരത്തിലെ 40 ഏക്കറിലധികം വരുന്ന പാടത്താണ് 2ാം സീസണിൽ നെൽകൃഷി ചെയ്യുന്നത്. നിരവധി വ്യക്തികൾ ചടങ്ങിൽ പങ്കെടുത്തു. കോടിക്കുളം പാടശേഖരത്തിൽപ്പെട്ട മേവള്ളി പാടത്ത് 2ാം സീസൺ നെൽകൃഷിയുടെ ഞാറുനടിയിൽ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ആഷ്ലി മറിയം ജോർജ്, വാർഡ് മെമ്പർ ഷേർലി ആന്റണി എന്നിവരുടെ സാന്നിധ്യത്തിൽ കോടിക്കുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജെർലി റോബി നിർവഹിച്ചു. വർഷങ്ങളായിട്ട് നമ്മൾ കൃഷി നടത്തുന്നുണ്ട്. അതിൽ വിഭിന്നമായിട്ട് പാടശേഖര സമിതി ഒത്തൊരുമിച്ച് കൂടിക്കൊണ്ട് നമ്മുടെ ഈ പാടത്ത് വേറൊരു രീതിയിൽ നമ്മൾ നടിയിലായിട്ട് മുന്നോട്ട് കൊണ്ടുപോയി നല്ല രീതിയിലൊരു കൃഷി നടത്താനായിട്ട് അവർ മുന്നോട്ട് വന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ കാലാവസ്ഥ അനുകൂലമാണെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി ഇടവേള നമുക്ക് കൂര മുളച്ചു വരുന്നത് കർഷകർക്ക് ഒരുപാട് ദോഷം ചെയ്യുന്നുണ്ട്. അപ്പം നടിയിലാവുമ്പോൾ അതിൻ്റെ ഇടയിൽ നിന്നുള്ള കളകളെല്ലാം എടുക്കാനും അത് വേണ്ട രീതിയിൽ ശുശ്രൂഷിച്ച് പരിപാലിച്ചു കൊണ്ടുപോയി നല്ല വിളവെടുക്കാനും നമുക്ക് സാധിക്കും. അതിനുള്ള എല്ലാ പ്രയത്നങ്ങളും നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. എല്ലാ രീതിയിലും അവർക്ക് നമ്മുടെ പാടത്തിലെ കർഷകർക്ക് ഗുണമായ രീതിയിൽ ഇത് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. പാടശേഖരത്തിലെ 40 ഏക്കറിലധികം വരുന്ന പാടത്താണ് 2ാം സീസണിൽ നെൽകൃഷി ചെയ്യുന്നത്. ഉമ ഇനത്തിൽപ്പെട്ട ഗുണമേന്മയുള്ള നെൽവിത്ത് കരിമണ്ണൂർ വിത്ത് ഉൽപാദക ഫാമിൽ നിന്നും മുഴുവൻ കർഷകർക്കും ആവശ്യമായ അളവിൽ പൊതുവായി ശേഖരിച്ച് പൊതുവായി പാകിയാണ് നടിയിലിന് ആവശ്യമായ ഞാറ് പാകി ഒരുക്കിയത്. പാടശേഖരത്തിലെ 65 കർഷകരുടെയും പാടത്ത് 3-4 ദിവസം കൊണ്ട് ഞാറുനടിയിൽ പൂർത്തിയാക്കുന്ന വിധത്തിൽ കരാർ അടിസ്ഥാനത്തിൽ പണിക്കാരെ ഏർപ്പാട് ചെയ്താണ് നടിയിൽ നടത്തുന്നത്. പാടശേഖര സമിതി പ്രസിഡന്റ് KK തോമസും പാടശേഖര സമിതി ഭാരവാഹികളും മറ്റു കർഷകരും സീനിയർ കൃഷി അസിസ്റ്റന്റ് അനുമോൾ NS എന്നിവരും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോടിക്കുളം. വണ്ണപ്പുറം സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ സംഘർഷത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ബിജു MAക്ക് ഗുരുതരമായി പരിക്കേറ്റു. തുടർന്ന് ഇദ്ദേഹത്തെ മുതലക്കോടം ഹോളി ഫാമിലി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഘർഷത്തിൽ പോലീസ് ഉദ്യോഗസ്ഥനെ ആക്രമിച്ചതിന് കണ്ടാലറിയാവുന്ന 4 പേർക്കെതിരെയും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. വണ്ണപ്പുറം സഹകരണ ബാങ്ക് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ സംഘർഷത്തിൽ ഗുരുതരമായി പരിക്കേറ്റ പഞ്ചായത്ത് പ്രസിഡന്റ് ബിജു MA മുതലക്കുളം ഹോളി ഫാമിലി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഹോസ്പിറ്റലിൽ നിന്നും ഇൻഫർമേഷൻ ലഭിച്ചാൽ ഉടൻ കേസ് രജിസ്റ്റർ ചെയ്യുമെന്ന് പോലീസ് അറിയിച്ചു. സംഘർഷത്തിൽ പോലീസ് ഉദ്യോഗസ്ഥനെ ആക്രമിച്ചതിന് കണ്ടാലറിയാവുന്ന 4 പേർക്കെതിരെയും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സഹകരണ സംഘം തിരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് അവസാനിക്കേണ്ടത് 4 മണിക്കായിരുന്നു. 4 മണിക്ക് ശേഷവും വോട്ട് ചെയ്യാനെത്തിയവരെ തിരഞ്ഞെടുപ്പ് നടക്കുന്ന വണ്ണപ്പുറം ഹിറ പബ്ലിക് സ്കൂൾ വളപ്പിൽ കയറ്റാനാവില്ലെന്ന് പ്രസിഡന്റ് പോലീസിനോട് ആവശ്യപ്പെട്ടു. ഇതിനെ തുടർന്ന് പോലീസ് ഗേറ്റ് അടച്ചു. ഇതിൽ പ്രകോപിതരായ LDF പ്രവർത്തകർ പ്രസിഡന്റിനെ കയ്യേറ്റം ചെയ്യുകയായിരുന്നു എന്ന് UDF നേതാക്കൾ പറയുന്നു. തെരഞ്ഞെടുപ്പ് പോളിംഗ് അവസാനിച്ച ആ ഘട്ടത്തിൽ വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് MA ബിജുവിനെ CPMന്റെ അക്രമി സംഘം അതിക്രൂരമായി മർദ്ദിക്കുകയും ആ മർദ്ദനത്തിൽ അദ്ദേഹത്തിന് സാരമായ പരിക്കേൽക്കുകയും ചെയ്തു. അതിൽ ഐക്യ ജനാധിപത്യ മുന്നണി വണ്ണപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി ശക്തമായി പ്രതിഷേധിക്കുന്നു. അക്രമി സംഘത്തെ എത്രയും വേഗം അറസ്റ്റ് ചെയ്യുകയും നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം എന്ന് ഐക്യ ജനാധിപത്യ മുന്നണി പറയുന്നു. പ്രത്യേകിച്ച് പട്ടിക ജാതി വിഭാഗത്തിൽപ്പെട്ട പിന്നോക്കക്കാരനായ ഒരു പഞ്ചായത്ത് പ്രസിഡന്റിനെ ഇത്രമാത്രം ക്രൂരമായി മർദ്ദിച്ച് അദ്ദേഹത്തിന്റെ തലയ്ക്കും അതുപോലെ അദ്ദേഹത്തിന് ചങ്കിനും പുറത്തുമെല്ലാം മാരകമായി പരിക്കേൽപ്പിച്ച ഈ ഗുണ്ടാ സംഘത്തെ എത്രയും വേഗം അറസ്റ്റ് ചെയ്യണമെന്നും അതുപോലെ തന്നെ ഈ അക്രമത്തിൽ വണ്ണപ്പുറം UDFന്റെ പഞ്ചായത്ത് ഭരണസമിതി കടുത്ത പ്രതിഷേധവും രേഖപ്പെടുത്തുന്നു. ഐക്യജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് എല്ലാ ജനാധിപത്യ മര്യാദകളും പാലിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ആ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അവർ എല്ലാ ജനാധിപത്യ മര്യാദകളും ലംഘിച്ചുകൊണ്ടാണ് ഈ
തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ഞങ്ങൾ ഇന്ന് ഇതിൻ്റെ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി ഇന്ന് പൊതുയോഗവും പ്രതിഷേധ പ്രകടനങ്ങളും നടത്തും. പ്രതികളെ സമയബന്ധിതമായി അറസ്റ്റ് ചെയ്ത് നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഇതിന് ശേഷം ഞങ്ങൾ വലിയ സമരവുമായി പോലീസ് സ്റ്റേഷൻ മാർച്ച്, ഹർത്താൽ പോലുള്ള ഏത് സമരവും നടത്തിക്കൊണ്ട് ഞങ്ങൾ ഈ പ്രശ്നത്തെ അതീവ ഗൗരവമായി നേരിടുമെന്നാണ് ഐക്യജനാധിപത്യ മുന്നണിക്ക് പറയാനുള്ളത്. CPM പാർട്ടി മനഃപൂർവ്വം സൃഷ്ടിച്ച ഒരു ഗൂഢാലോചനയുടെ ഫലമായിട്ടാണെന്നാണ് ഐക്യജനാധിപത്യ മുന്നണി കരുതുന്നത്. കാരണം ഇന്നലെ വൈകുന്നേരം 4 മണിക്ക് യാതൊരു പ്രകോപനമില്ലാതെ തെരഞ്ഞെടുപ്പ് അവസാനിച്ചു എന്ന് പ്രിസൈഡിംഗ് ഓഫീസർ അനൗൺസ് ചെയ്തതിന് ശേഷം പോലീസ് ഗേറ്റ് അടയ്ക്കുന്ന സമയത്ത് 2-3 വോട്ട് ചെയ്യാൻ വേണ്ടി ആളുകൾ കടന്നു വരികയും അത് പറ്റില്ല എന്ന് പറഞ്ഞ് തടസ്സം സൃഷ്ടിച്ച പോലീസിൻ്റെ തടസ്സം സൃഷ്ടിച്ചതിൻ്റെ പേരിൽ അതിന് നിന്ന ആ സമയത്ത് പഞ്ചായത്ത് പ്രസിഡന്റിനെ ക്രൂരമായി മർദ്ദിക്കുകയാണ് ചെയ്തത്. അത് മനഃപൂർവ്വം അദ്ദേഹത്തെ വധിക്കുന്നതിന് വേണ്ടി നടത്തിയ ഗൂഢാലോചനയുടെ ഫലമാണെന്നാണ് തന്നെയാണ് UDF കരുതുന്നത്. കാരണം ഈ പഞ്ചായത്തിൻ്റെ പരിധിക്ക് പുറത്തുള്ള യാതൊരുവിധ പരിചയവുമില്ലാത്ത കുറേ ആളുകൾ, വണ്ണപ്പുറം മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഗുണ്ടാ സംഘത്തിൽപ്പെട്ട ആളുകൾ ഉടുമ്പന്നൂര്, തലക്കോട് മേഖലകളിൽ നിന്നൊക്കെ മറ്റു പല പ്രദേശങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന ആളുകളുടെ നേതൃത്വത്തിലാണ് മൃഗീയമായ മർദ്ദനം നടന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് വധിക്കാൻ ശ്രമിച്ച ഈ വധശ്രമത്തിനെതിരെ കേസെടുത്ത് ശക്തമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നവരെയുള്ള സമരപരിപാടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകുമെന്ന് ഒരിക്കൽ കൂടി പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. പ്രസിഡന്റിന്റെ മുഖത്തിനും കാലിനും പരിക്കുണ്ട്. ഇദ്ദേഹത്തെ മുതലക്കോടം ഹോളി ഫാമിലി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് സംഘർഷത്തിൽ LDF പ്രവർത്തകനും പരിക്കേറ്റു. സംഘർഷ സ്ഥലത്ത് പോലീസ് ലാത്തി വീശിയതോടെയാണ് ഇരുഭാഗത്തെയും പ്രവർത്തകർ പിരിഞ്ഞുപോയത്. പ്രസിഡന്റിനെ കൊലപ്പെടുത്താനുള്ള ആസൂത്രിത നീക്കമായിരുന്നു സംഘർഷത്തിന് പിന്നിലെന്ന് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് TU ഷാഹുൽ ഹമീദ് ആരോപിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്തിൽ നിർമ്മിച്ച സദ്ഭാവന മണ്ഡപത്തിന്റെ ഉദ്ഘാടനം നടത്തി. കേന്ദ്ര ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് സഹമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം നിർവഹിച്ചു. തൊടുപുഴയിലെ കേന്ദ്രീയ വിദ്യാലയം പ്രവർത്തനം ആരംഭിച്ചു. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം നിർവഹിച്ചു. തൊടുപുഴയിൽ അനധികൃത ക്വാറി പ്രവർത്തനം കണ്ടെത്തി. ഇടുക്കി സബ് കളക്ടർ അനൂപ് ഗാർഗ് നടത്തിയ മിന്നൽ പരിശോധനയിലാണ് അനധികൃത ക്വാറി പ്രവർത്തനം കണ്ടെത്തിയത്. തൊടുപുഴ നഗരസഭ ഓഫീസിലെ ജനസേവന കേന്ദ്രം ചെയർമാൻ K ദീപക് ഉദ്ഘാടനം ചെയ്തു. പട്ടയ വിതരണത്തിൽ അഭിമാനകരമായ മുന്നേറ്റമെന്ന് മന്ത്രി K രാജൻ. ഇടുക്കി ജില്ലാതല പട്ടയ വിതരണത്തിന്റെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് UDF അധികാരത്തിലെത്തിയാൽ നിർമ്മിതികൾക്ക് പിഴ ഈടാക്കാതെ ക്രമവൽക്കരിച്ചു നൽകുമെന്ന് KPCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA. കോൺഗ്രസ് നെടുങ്കണ്ടം ബ്ലോക്ക് പ്രവർത്തക കൺവെൻഷൻ തൂക്കുപാലത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.